അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം തുടരുമ്പോഴും കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതിൻ്റെ ഫലമായി ഏഷ്യൻ മാർക്കറ്റിലൊക്കെ ബൈയിങ് മൊമെൻറ്റം പ്രകടമാണ്. ജപ്പാൻ്റെ ഇൻഡെക്സ് 0.68%, സൗത്ത് കൊറിയൻ ഇൻഡെക്സ് 0.26% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഡോ ജോൺസ് 0.71, നാസ്ഡാക്ക് 0.39, S&P 0.19% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. കൂടാതെ മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടിന് മുകളിൽ 25% ടാക്സ് ഏർപ്പെടുത്താനുള്ള തീരുമാനം താൽക്കാലികമായി നിർത്തിയതിനെ തുടർന്ന് ഡോളർ ഇൻഡെക്സ് 107.67 എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് പ്രഷറിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഇൻഡെക്സ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. നിഫ്റ്റി 0.18% ഇടിഞ്ഞ് 23,696 ക്ലോസിംഗ് നൽകിയത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. 1,682 കോടി രൂപയുടെ സെല്ലിംഗ് FIS നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 996 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. പ്രധാനമായും കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കുകളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കുകളിൽ മോശം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കുകളിൽ ചിലപ്പോൾ കറക്ഷൻ വരാനും സാധ്യതയുണ്ട്. സ്വിഗ്ഗിയുടെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ്. സ്വിഗ്ഗിയിൽ നിന്നും ബ്ലൂംബർഗിൻ്റെ എസ്റ്റിമേഷൻ പ്രകാരം 620 കോടി രൂപയുടെ ലോസ് പ്രതീക്ഷിച്ചെടുത്ത് 799 കോടി രൂപയുടെ ലോസാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാർട്ടർ ടു ക്വാർട്ടർ ലോസ് 626 കോടിയിൽ നിന്നും 799 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. 535 കോടി രൂപയുടെ എബിറ്റ ലോസ് പ്രതീക്ഷിച്ചെടുത്ത് എബിറ്റ ലോസ് 554 കോടിയിൽ നിന്നും 726 കോടിയിലേക്ക് ഉയർന്നു. കമ്പനിയുടെ റവന്യൂ 10% വർദ്ധിച്ച് 3,601 കോടിയിൽ നിന്നും 3,993 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം 4,019 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. ഇൻ ടേംസ് ഓഫ് റവന്യൂ, ഇൻ ടേംസ് ഓഫ് ലോസ് കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തിട്ടുണ്ട്. ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിലെ റവന്യൂ 3.8% വർദ്ധിച്ച് 1,577 കോടിയിൽ നിന്നും 1,637 കോടിയിലേക്ക് എത്തി. ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിലെ റവന്യൂ 17.7% വർദ്ധിച്ച് 490 കോടിയിൽ നിന്നും 577 കോടിയിലേക്ക് എത്തുകയും സപ്ലൈ ചെയിൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റിലെ റവന്യൂ 16.5% വർദ്ധിച്ച് 1,453 കോടിയിൽ നിന്നും 1,693 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഡേറ്റ പാറ്റേണിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 16% വർദ്ധിച്ച് 140 കോടിയിൽ നിന്ന് 177 കോടിയിലേക്ക് എത്തി. മാർജിൻ 43% നിന്ന് 46% ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് 12% ഇടിഞ്ഞ് 51 കോടിയിൽ നിന്ന് 44 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഡേറ്റ പാറ്റേണിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തിട്ടുണ്ട്. 175 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 117 കോടി രൂപയുടെ റവന്യൂ മാത്രമേ കമ്പനിക്ക് നേടാൻ സാധിച്ചുള്ളൂ. 56 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 44 കോടി രൂപയുടെ പ്രോഫിറ്റേ കമ്പനിക്ക് നേടാൻ സാധിച്ചുള്ളൂ. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് ഏകദേശം 12% ഇടിയുകയും ചെയ്തു. സുല വൈനിയാർഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. 40 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 34 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 43 കോടിയിൽ നിന്ന് 34% ഇടിഞ്ഞ് 28 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ 35.4% നിന്നും 26.5% എത്തുകയും എബിറ്റ 71 കോടിയിൽ നിന്നും 53 കോടിയിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. റവന്യൂ 203 കോടിയിൽ നിന്നും 200 കോടിയിലേക്കാണ് ചുരുങ്ങിയിരിക്കുന്നത്. VRL ലോജിസ്റ്റിക്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. 38 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 59 കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനിക്ക് നേടാൻ സാധിച്ചു. റവന്യൂ 12% വർദ്ധിച്ച് 825 കോടിയായി മാറി. 824 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റ 76% വർദ്ധിച്ച് 94 കോടിയിൽ നിന്നും 166 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 12% നിന്നും 20% ഉയരുകയും ചെയ്തു. HG ഇൻഫ്ര എഞ്ചിനീയറിംഗിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 12% വർദ്ധിച്ച് 101 കോടിയിൽ നിന്നും 115 കോടിയിലേക്ക് എത്തി. റവന്യൂ 7% വർദ്ധിച്ച് 1,365 കോടിയിൽ നിന്നും റവന്യൂ 7% ഇടിഞ്ഞ് 1,365 കോടിയിൽ നിന്നും 1,265 കോടിയിലേക്ക് എത്തി. എബിറ്റ 25% വർദ്ധിച്ച് 228 കോടിയിൽ നിന്നും 287 കോടിയിലേക്ക് എത്തി. റിലയൻസ് പവറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി 1,137 കോടി രൂപയുടെ ലോസിൽ നിന്നും 42 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തി. റവന്യൂ 4.7% ഇടിഞ്ഞ് 1,944 കോടിയിൽ നിന്നും 1,853 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ CMS ഇൻഫോസിസ്റ്റത്തിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ
6.9% ഇടിഞ്ഞ് 625 കോടിയിൽ നിന്നും 581 കോടിയിലേക്കെത്തി 660 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. കമ്പനിയുടെ പ്രോഫിറ്റിൽ 2% വർധനവാണ് ഉണ്ടായത്. 97 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 93 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി നേടിയിരിക്കുന്നത്. പ്രോഫിറ്റ് 90 കോടിയിൽ നിന്നും 93 കോടിയിലേക്കാണ് വർദ്ധിച്ചിരിക്കുന്നത്. കമ്പനിയുടെ മാർജിൻ 24% നിന്നും 27% ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ആധാർ ഹൗസിംഗ് ഫിനാൻസ്, അരബിന്ദോ ഫാർമ, PVR, അയണോക്സ്, രാംകോ സിമൻറ്റ്, ആൽക്കം ഡ്രഗ്സ്, ബിക്കാജി ഫുഡ്സ് ഇന്റർനാഷണൽ, KPI ഗ്രീൻ എനർജി, സഫയർ ഫുഡ്സ്, സോഫ, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GMM ഫോൾഡർ, ഗുഡ് ലക്ക് ഇന്ത്യ, ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ്, ഗ്രീൻ പ്ലൈ ഇൻഡസ്ട്രീസ്, ഗൾഫ് ഓയിൽ ലൂഫ്രിക്കൻ്റ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നതുകൊണ്ട് ഇന്നത്തെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതുമാണ്. ഇന്ന് ഫോക്കസ് ചെയ്യേണ്ട മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് ആസാദ് എഞ്ചിനീയറിംഗ്. റോൾസ് റോയ്സ് കമ്പനിയുമായി എയർക്രാഫ്റ്റ് എഞ്ചിൻ പാർട്സ് സപ്ലൈ ചെയ്യാനുള്ള ലോങ് ഡ്യൂറേഷൻ ഡീലിൽ കമ്പനി അല്ലെങ്കിൽ ലോങ് ടേം ഡീലിൽ കമ്പനി ഒപ്പുവെച്ചതിനെ തുടർന്ന് ആസാദ് എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ലാൻഡിംഗ് മൊഡ്യൂൾ സിസ്റ്റം പ്രൊക്യൂർമെൻറ്റുമായി ബന്ധപ്പെട്ട് റെഡൻ സിസ്റ്റം എന്ന കമ്പനിയുമായി ചേർന്ന് കമ്പനി ഒരു കൺസോർഷ്യം പാക്കിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇൻഫോ എഡ്ജ് എന്ന സ്റ്റോക്കിനെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിലും സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ പശ്ചാത്തലത്തിലും ഫോക്കസ് ചെയ്യാം. കൂടാതെ IE വെഞ്ചർ ഇൻവെസ്റ്റ്മെൻറ്റിൽ 1000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഫോ എഡ്ജ് എന്ന കമ്പനി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഫോ എഡ്ജ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അൾട്രാടെക് സിമെൻറ്റ് എന്ന കമ്പനി 0.6 മെട്രിക് ടൺ പെർ ആനം ശേഷിയുള്ള ഗ്രൈൻഡിംഗ് കപ്പാസിറ്റി എക്സ്പാൻഷൻ കമ്പനിയുടെ വെസ്റ്റ് ബംഗാളിലെ ഒരു പ്ലാന്റിൽ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കപ്പാസിറ്റി എക്സ്പാൻഷൻ പോയിന്റ് ഓഫ് വ്യൂ അൾട്രാടെക് സിമെൻറ്റ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന കമ്പനിയുടെ ഇലക്ട്രിക് SUVകളുടെ ബുക്കിംഗ് ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഓട്ടോമൊബൈൽ സെക്ടറിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഡാബർ ഇന്ത്യ എന്ന കമ്പനിക്ക് 46 കോടി രൂപയുടെ GST പെനാൽറ്റി ലഭിച്ചിട്ടുണ്ട്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് അലൈഡ് കമ്പനിക്ക് 24 കോടി രൂപയുടെ GST പെനാൽറ്റി ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഭാരത് പെട്രോളിയം എന്ന കമ്പനിക്കും 22.8 കോടി രൂപയുടെ GST പെനാൽറ്റി ലഭിച്ചു. ഈ 3 സ്റ്റോക്കുകളെയും GST പെനാൽറ്റി പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.